ഹലോ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമോ? ഹലോ. ആ, ശരി ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം IPv4 ആണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ തവണയും വരുന്ന ക്വസ്റ്റ്യനാണ് IP v6. അപ്പോൾ നമ്മൾ IP v4 ആണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നതാണ് IP v6 എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് IP v6 എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്തിനാണ് IPv6 എന്നൊരു ഫോർമാറ്റിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം വരുന്നത് എവിടെയാണെന്നുള്ളത് ആദ്യം അറിയണം. അതായത് ഈ ഇൻ്റർനെറ്റ് എന്നൊരു സാധനം എല്ലാം റെഡിയായി വന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ലേറ്റ് 1970-കളിൽ 80-കളിലൊക്കെയാണ് ഇൻ്റർനെറ്റ് എന്നൊരു സാധനം കണ്ടുപിടിച്ചു വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻ്റർനെറ്റ് നമ്മൾ ഇന്ന് കാണുന്ന അത്രയും എന്താ പറയുക വാസ്റ്റായിട്ടൊരു ഏരിയ ആയിട്ട് മാറുമെന്നോ ഇത്രയും വൈഡായിട്ടൊരു ആൾക്കാർ യൂസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം അതിനൊരു എന്തുവാ ഒരു പബ്ലിസിറ്റി കിട്ടുമെന്നോ ഒന്നും അന്ന് ഡെവലപ്പ് ചെയ്ത ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം എൻ്റെ ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്കറിയാം. ശരിക്കും പറഞ്ഞാൽ അത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് DRD അവരുടെ ആൾക്കാർ അവരുടെ ആർപ്പാനത്ത് പറഞ്ഞാൽ അവരുടെ ഇൻറ്റേർണലി വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നെറ്റ്വർക്കിംഗ് സംഭവം കൊണ്ടുവന്നത്. അതായത് അവരുടെ ഇൻറ്റേർണലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന അത് പിന്നെ ഒരു പബ്ലിക് യൂസിന് വേണ്ടിയിട്ട് അവരത് അവൈലബിൾ ആക്കി എല്ലാവരും യൂസ് ചെയ്യുന്നു എന്നുള്ള കേസാണ് ശരിക്കും നടന്നത്. പക്ഷെ ആ ഒരു സമയത്തൊന്നും ഇത്രയും കമ്പ്യൂട്ടറുകളില്ല, ഇത്രയും സാധനങ്ങളില്ല, നെറ്റ്വർക്കിംഗ് ഒന്നുമില്ല, ഈവൻ ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊന്നും ആൾക്കാർ ഒരിക്കലും ഇതൊരു എന്താ പറയുക ഇത്രയും വലുതാവുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിരുന്ന സിറ്റുവേഷൻ അല്ല ഈ ഇൻ്റർനെറ്റ് എന്ന സാധനം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ആണ്. ശരിക്കും ഇന്നത്തെ കാലത്ത് വേണ്ട പല കാര്യങ്ങളും നമുക്ക് IPv4 ആദ്യം കൊണ്ടുവന്ന IPv4 ഒരുപാട് മിസ്സിങ് ആണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ IPv6 പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴും വർഷങ്ങളായിട്ട് IPv6 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഇതുവരെ പൂർണ്ണമായിട്ട് നമ്മൾ IPv6 മാറിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ എന്തുകൊണ്ട് IPv4 ഉള്ളപ്പോൾ തന്നെ IPv6 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതിന് 3 മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരിക. ഒന്ന്, നമ്മുടെ IPv4 നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത് 32 ബിറ്റാണ് അതിൻ്റെ ലെങ്ത്. അതായത് 8 ബിറ്റ്, ഒരു ബൈറ്റ് വീതമുള്ള 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത 4 ബൈറ്റ് അല്ലെങ്കിൽ 32 ബിറ്റാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്. 32 ബിറ്റുള്ള ഒരു സാധനമാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2⁻32 ആണ് അതിൻ്റെ മാക്സിമം വരാവുന്ന ടോട്ടൽ പോസിബിൾ കോമ്പിനേഷൻസ്. ഈ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണീക്കായിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കണം. ഓരോ ഡിവൈസിനും ഓരോ IP അഡ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലി, പ്രാക്ടിക്കലി നടക്കത്തില്ല, തിയറിറ്റിക്കലി നമുക്ക് അറ്റ് എ ടൈം വേൾഡിൽ, ലോകത്തിൽ ഈ 32 ബിറ്റുള്ള സാധനമാണെങ്കിൽ തിയറിറ്റിക്കലി 2⁻32 നമ്പർ ഓഫ് ഡിവൈസസ് മാത്രമേ നമുക്ക് വേൾഡിൽ അവൈലബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തിയറിറ്റിക്കലി പറയണം. പക്ഷെ അങ്ങനല്ല. വേറെ പല ടെക്നോളജി നമ്മൾ നേരത്തെ വെച്ച സബ്നെറ്റിങ്ങും വേറെ പല ടെക്നോളജീസ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ എത്രയോ ഇരട്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തിയറിറ്റിക്കലി പറയുവാണെങ്കിൽ എല്ലാവർക്കും ഓരോരോ IP അഡ്രസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2⁻32 നമ്പർ ഓഫ് ഡിവൈസസ് മാത്രമേ നമുക്ക് ഈ വേൾഡിൽ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ആക്കി അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ശരിയായി ഈ 32 ബിറ്റ് കൊണ്ട് ഈ പരിപാടി നടക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു അഡ്രസ് സ്പേസ് വേണം. ഈ ചെറിയ അഡ്രസ് സ്പേസ് കൊണ്ട് പറ്റില്ല, ഈ 2⁻32 എന്നുള്ളതുകൊണ്ട് പറ്റില്ല. കുറേ കൂടെ വലിയ അഡ്രസ് സ്പേസ് വേണം. അപ്പോൾ കുറേ കൂടെ നമ്പർ ഓഫ് ബിറ്റ് കൂടുതലുള്ള ഒരു അഡ്രസ്സിങ് സിസ്റ്റം വേണം എന്നുള്ള ചിന്തയുടെ പേരിലാണ് നമ്മൾ എന്തുപയോഗിക്കാൻ തുടങ്ങിയത്? വേർഷൻ 6 കുറിച്ച് ചിന്തിക്കാനും വേർഷൻ 6 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ അഡ്രസ്സുകൾ തീർന്നു പോകും അല്ലെങ്കിൽ അഡ്രസ് ഡിപ്ലീഷനാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ വി തോട്ട് അബൌട്ട് IPv6. 1. 2, നമ്മൾ IPv4 ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് റിയൽ ടൈം ആപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ ലൈവായിട്ട് വീഡിയോ കാണുന്നു, വീഡിയോ സ്ട്രീം ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈവായിട്ട് സിനിമ കാണുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിലേ എന്ന് പറയുന്ന സാധനങ്ങൾക്ക് വളരെ 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 കുറച്ചുള്ള രീതിയിലേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഏറ്റവും മിനിമം ഡിലേ കൊണ്ടുവരാൻ ഉപയോഗിക്കാനും ഒക്കെ IPv4 അന്നത്തെ കാലത്ത് പറ്റുമായിരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനൊരു മിനിമം ഡിലേ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ചാനൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂട്ടറുകൾക്ക് റിസോഴ്സൊക്കെ റിസർവ് ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും IPv4 ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർനെറ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഡിലേ പരമാവധി കുറയ്ക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും IPv4 ഇല്ല, അല്ലെങ്കിൽ റിസോഴ്സസ് ഒന്നും നമുക്ക് റിസർവ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ IPv4 ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് നമ്മൾ എന്തിനു വേണ്ടി ചിന്തിച്ചു തുടങ്ങി പുതിയൊരു വേർഷൻ വേണം എന്നുള്ള കാര്യത്തിൽ
ചിന്തിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഇൻ്റർനെറ്റ് ഉണ്ടായ സമയത്ത്, ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഹാക്കേഴ്സും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇൻട്രൂഡേഴ്സും ഇല്ല. ഈ ഇൻ്റർനെറ്റ് കൊണ്ടുവന്ന് ഇൻ്റർനെറ്റ് ഒരുപാട് പോപ്പുലർ ആയി കഴിഞ്ഞപ്പോഴാണ് എന്ത് വരാൻ തുടങ്ങിയത്. അതിനിടയിൽ കൂടെ ആൾക്കാർ ഇതിൽ നിന്ന് ഡേറ്റ ചോർത്താനും എങ്ങനെയാണെങ്കിലോ അതിനെ മിസ്യൂസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഇൻട്രൂഡേഴ്സായിട്ടും ഹാക്കേഴ്സായിട്ടും ഒക്കെ വരാൻ തേർഡ് പാർട്ടീസ് ആൾക്കാർ ഇടയ്ക്ക് കയറാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എൻക്രിപ്ഷൻ, ഓതൻറ്റിക്കേഷൻ മുതലായ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ IPv4 ഈ ഒരു കൺസെപ്റ്റൊക്കെ വരുന്നതിന് മുമ്പേ ഡെവലപ്പ് ആയതുകൊണ്ട് നമുക്കൊരു പരിധി വരെ ഈ IPv4 ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓതൻറ്റിക്കേഷനോ എൻക്രിപ്ഷനോ അങ്ങനെയുള്ള സെക്യൂരിറ്റി സർവീസസ് ഒന്നും ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. യൂഷ്വലി ഏത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, IPv4 പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് വേറെ ലേയേഴ്സിൽ കൊടുക്കാം. നമ്മൾ OSI മോഡലിൻ്റെ പല ലെയറിൽ പഠിച്ചപ്പോൾ അതിനകത്തുള്ള വേറെ പല ലെയറിലും നമുക്ക് ഓതൻറ്റിക്കേഷനും എൻക്രിപ്ഷനും ഒക്കെ കൊടുക്കാം. നെറ്റ്വർക്ക് ലെയറിലെ IPv4 സ്പെസിഫിക് ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓതൻറ്റിക്കേഷനോ എൻക്രിപ്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഓതൻറ്റിക്കേഷൻ എൻക്രിപ്ഷൻ ഒന്നും IPv4 പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡിലേ പരമാവധി കുറച്ചിട്ട് നമ്മുടെ റിസോഴ്സസ് ഒക്കെ റിസർവ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും IPv4 പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്രസ്സുകളും വളരെ കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ IPv4 നിന്ന് മാറി നമുക്ക് പുതിയൊരു വേർഷൻ വേണം എന്നുള്ള രീതിയിലേക്ക് IPv6 എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. അത് ഈ IPv6 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ ഒത്തിരി വർഷങ്ങളായി, 10-20 വർഷത്തിന് മേളിലായി. എങ്കിലും ഇപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും IPv4 നിന്ന് 6 മാറാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ വേറെ കുറേ ചെറിയ കുറച്ച് സ്ട്രാറ്റജീസ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്രസ് ഡിപ്ലീഷൻ ആയാലും ഡിലേയുടെ പ്രശ്നമായാലും എൻക്രിപ്ഷൻ ഓതൻറ്റിക്കേഷൻ പ്രശ്നം, ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പല സ്ട്രാറ്റജീസും നമ്മൾ യൂസ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ IPv4 ഫുള്ളായിട്ട് മാറേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. IPv4 കൊണ്ട് തന്നെ അത്രയും ബ്രില്യൻ്റായിട്ട് അന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഇപ്പോഴും ചെറിയ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഇപ്പോഴും നമുക്ക് IPv4 ഉപയോഗിച്ച് തന്നെ മുമ്പോട്ട് പോകാനുള്ളൊരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു പരിധി വരെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന IPv4 ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, മനസ്സിലായോ? അതായത് എന്തുകൊണ്ടാണ് നമ്മൾ IPv4 നിന്ന് 6 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയാൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള കാര്യമുണ്ട്. ഒരു മിനിറ്റ്, വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പിള്ളേരെ? ശരി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മാറുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മാറിയില്ല പൂർണ്ണമായിട്ട് ഇതുവരെയെങ്കിലും പൂർണ്ണമായിട്ട് മാറിയാൽ നമുക്കുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ്. ഒന്ന്, ഇത് നമ്മൾ നേരത്തെ IPv4 32 ബിറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവരിപ്പോൾ ഉപയോഗിക്കുന്നത് 128 ബിറ്റാണ്. അതായത് IPv6 എന്ന് പറയുന്നത് 128 ബിറ്റാണ്. വിച്ച് മീൻസ് നമുക്ക് നേരത്തെ 232 നമ്പർ ഓഫ് അഡ്രസ്സുകളെ ഉള്ളായിരുന്നെങ്കിൽ ഇവിടെ 128 ബിറ്റ് ആയപ്പോൾ നമുക്ക് എന്തുമായി, 2:128 നമ്പർ ഓഫ് ബിറ്റ്സ് IP അഡ്രസ്സുകൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് കമ്പയർ. അപ്പം 2:32 2:128 തമ്മിൽ ഓൾമോസ്റ്റ് 2:96 നമ്പർ ഓഫ് അഡ്രസ്സുകളുടെ കൂടുതലുണ്ട്. അതായത് അത്രയും നമ്പർ ഓഫ് അഡ്രസ്സുകൾ നമുക്ക് അഡ്രസ് സ്പേസിനകത്ത് കൂടുതൽ ഇൻക്ലൂഡ് ആവും നമ്മൾ IPv6 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. അതൊന്ന്. രണ്ട്, നമ്മുടെ IPv4 ഹെഡർ ഫോർമാറ്റ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അതിനകത്തുനിന്ന് കുറച്ചും കൂടെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നല്ല രീതിയിലാക്കിയ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെഡർ ഫോർമാറ്റാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, നമ്മൾ പഠിക്കുമ്പോൾ അതാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, IPv6 ഉപയോഗിക്കുന്നത്. പിന്നെ IPv4 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓപ്ഷൻ എന്നൊരു ഫീൽഡ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു സാധനമുണ്ട്. അതിനകത്ത് തന്നെ ആയാലും പുതിയ കുറച്ച് അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് അഡീഷണൽ ഫംഗ്ഷനാലിറ്റീസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ വലുതാക്കാൻ. അതായത് ഈ ഒരു IP വേർഷൻ 4 പണ്ട് ഒരിക്കലും ഒരു എക്സ്പാൻഷൻ മുമ്പിൽ കണ്ടുണ്ടാക്കിയ സാധനമല്ല, ഒരിക്കലും അത് ഇൻ്റർനെറ്റ് ഈ രീതിയിൽ വലുതാവുമെന്ന് മനസ്സിൽ കണ്ടുണ്ടാക്കിയ സാധനമൊന്നുമല്ല IP വേർഷൻ 4. പക്ഷേ IP വേർഷൻ 6 ഉണ്ടാക്കിയവർ എന്ത് ചെയ്തു, ഇനിയും ഇത് വലിയൊരു ഇതിലായിട്ട് പോവുകയാണെങ്കിൽ, നമുക്ക് IP വേർഷൻ 6 നിന്നും മുമ്പോട്ട് പോകേണ്ടി വരുവാണെങ്കിൽ അതിനെ തന്നെ വേർഷൻ 6 തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് IP വേർഷൻ 6. പിന്നെ നമുക്ക് IP വേർഷൻ 4 ഇല്ലാതിരുന്ന റിസോഴ്സ് അലോക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മിനിമം ഡിലേ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സ് അലോക്കേഷന് ഉള്ള സപ്പോർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വേർഷൻ 6 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഓതൻറ്റിക്കേഷനും അല്ലെങ്കിൽ സെക്യൂരിറ്റി സൈഡായിട്ട് വേണ്ട പാക്കറ്റ്സുകൾക്കുള്ള സെക്യൂരിറ്റി സൈഡായിട്ട് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് IP വേർഷൻ 6 പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമുക്ക് ഒരു IP വേർഷൻ 4 നിന്ന് 6 പൂർണ്ണമായിട്ട് മാറിയാലുള്ള ഗുണങ്ങൾ. പക്ഷേ ഇതുവരെ നമ്മളത് മാറേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ ഈ മറ്റേ സബ്നെറ്റിംഗ് കൊണ്ടോ സൂപ്പർ നെറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ സാധനം, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ നാറ്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ ടെക്നിക്സ്, ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴും IP വേർഷൻ 4 തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇനി ഭാവിയിലെ കാര്യങ്ങൾ അറിയില്ല, ഇതുവരെ പറ്റുന്നുണ്ട്. അങ്ങനെ ഇനി ഇതിൻ്റെ ഒരു പാക്കറ്റ് ഫോർമാറ്റ് വലിയ വ്യത്യാസമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ IP വേർഷൻ 4 പഠിച്ചതിനെക്കാട്ടിൽ കുറേ കൂടെ സിമ്പിളാണ് നമ്മുടെ IP വേർഷൻ 6 പാക്കറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 4 ഫോർമാറ്റും ചോദിക്കാം, 6 ഫോർമാറ്റും ചോദിക്കാം. ഇതിൻ്റെ കമ്പാരിസൺ കൂടെ ലാസ്റ്റ് ഉണ്ട്, അവിടെ വരെയാണ് നമ്മൾ സാധാരണ IP വേർഷൻ 4 and 6 പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പാക്കറ്റ് ഫോർമാറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു VER. നമ്മളത് IP വേർഷൻ 4 പഠിച്ചായിരുന്നു. അല്ലെങ്കിൽ വേർഷൻ ചുരുക്കപ്പേരാണ് VER നമ്മൾ കൊടുത്തിരുന്നത്. ഏത് വേർഷനാണ്? അപ്പോൾ IP വേർഷൻ 4 ഫോർമാറ്റിലാണെങ്കിൽ അവിടെ 4 എന്ന് കൊടുക്കും. IP വേർഷൻ 6 IPv6 ആണെങ്കിൽ നമ്മളവിടെ 6 എന്ന് കൊടുക്കും. അതായത് IPv4 ആണോ IPv6 പാക്കറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്, വ്യത്യാസമൊന്നുമില്ല. രണ്ടാമത്തെ PRI എന്ന് പറയുന്നത് പ്രയോറിറ്റിയാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ പഠിക്കാം. പ്രയോറിറ്റിയാണ് PRI അവർ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഫ്ലോ ലേബൽ, അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്, അത് പുറകെ വരും. ഫ്ലോ ലേബൽ നമുക്ക് IPv4 സിമിലറായിട്ടുള്ള ഫീൽഡുകൾ ആദ്യം പഠിക്കാം. പേലോഡ് ലെങ്ത്. പേലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയുടെ എന്തുമാത്രം ഡേറ്റ, ഈ പാക്കറ്റിൻ്റെ കൂടെ എന്തുമാത്രം ഡേറ്റ വരുന്നുണ്ട്, ആ ഡേറ്റയുടെ ലെങ്താണ്. നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് നിങ്ങൾ IP വേർഷൻ 4 പഠിച്ചപ്പോൾ നമുക്കവിടെ ടോട്ടൽ ലെങ്തും ഹെഡർ ലെങ്തും ഉണ്ടായിരുന്നു. ഹെഡർ ലെങ്തും ടോട്ടൽ ലെങ്തും, അതായത് ഹെഡർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹെഡറിൻ്റെ മാത്രം ലെങ്തും, ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹെഡറിൻ്റെയും ഡേറ്റയുടെയും കൂടെ ലെങ്തും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഡേറ്റയുടെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്തിൽ നിന്ന് ഹെഡർ ലെങ്ത് കുറച്ചാൽ മതിയായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവരിവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഡേറ്റയുടെ ലെങ്ത് തന്നെ ഇവിടെ കൊടുത്തേക്കുവാണ്, പാക്കറ്റ് ഫോർമാറ്റിൽ കൊടുത്തേക്കുക. പേലോഡ് ലെങ്ത് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നെ കൊടുത്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് ഹെഡറും പുറകെ പഠിക്കാം. അടുത്തത് ഹോപ്പ് ലിമിറ്റ്. ഹോപ്പ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ IPv4 നമ്മൾ പഠിച്ചൊരു ഫീൽഡ് ഉണ്ടായിരുന്നു, ടൈം ടു ലീവ്, TTL. അതായത് ഒരു പാക്കറ്റ് സോഴ്സിൽ നിന്ന് പുറപ്പെട്ടാൽ ഇത് എത്ര സമയം വരെ നെറ്റ്വർക്കിൽ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ എത്ര റൂട്ടറിൽ കൂടെ പാസ് ചെയ്ത് മാക്സിമം പോകാം, ഇത്ര നമ്പർ ഓഫ് റൂട്ടേഴ്സ്, എത്ര ഹോപ്പുകൾ, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് ഒരു ഹോപ്പ് നമ്മൾ പറയും. അങ്ങനെ എത്ര ഹോപ്പ് വരെ പോകാം, ഇതിന് ഇൻഡെഫിനിറ്റായിട്ട് ഇത് നമ്മുടെ നെറ്റ്വർക്കിൽ ആണെങ്കിൽ കിടന്ന് കഞ്ചഷൻ ഉണ്ടാക്കാതെ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്കാർഡായി പോകുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് നമ്മൾ ടൈം ടു ലീവ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തത്. IP വേർഷൻ 4 കൊടുത്ത സെയിം സാധനം തന്നെ പേര് മാറ്റി, ടൈം ടു ലീവ് എന്നുള്ള പേര് മാറ്റി നമ്മളിവിടെ എന്തോ ആക്കി, ഹോപ്പ് ലിമിറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇപ്പം സോഴ്സ് തന്നെ എന്ത് ചെയ്യും, ഒരു ഹോപ്പ് ലിമിറ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വിടും. അത് ഓരോ റൂട്ടറിൽ കൂടെ പോകുമ്പോഴും കുറഞ്ഞ് വന്ന് അവസാനം 0 ആയി കഴിയുമ്പോൾ ആ പാക്കറ്റ് അവിടെ ഡിസ്കാർഡ് ആയി കളയും. ഇതാണ് അതിൻ്റെ ഹോപ്പ് ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റത്തേക്ക്. സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്, ആരാണോ അയക്കുന്നത് അയാളാണ് സോഴ്സ്, എങ്ങോട്ടാണോ പോകുന്നതാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അയക്കുന്ന ആളുടെ സോഴ്സ് അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യും, എങ്ങോട്ടാണോ പോകേണ്ടത് അയാളുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും അവിടെ എൻ്റർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പാക്കറ്റുകൾ റൂട്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ പഠിച്ച ഫീൽഡുകൾ പറഞ്ഞാൽ IP വേർഷൻ 6 പ്രയോറിറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു പാക്കറ്റിന് പ്രയോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പാക്കറ്റുകൾ ആണെങ്കിൽ എന്താ പറയുക, ഇപ്പം എനിക്ക് 2 പാക്കറ്റുകളുണ്ട്, എനിക്ക് ഒരു പാക്കറ്റ് മതി, ഒരെണ്ണത്തിനെ കളയണം. അങ്ങനെ ആണെങ്കിൽ ഏത് പാക്കറ്റ് കളയണം എന്നൊക്കെ എന്തിനാണ് ബേസ് ചെയ്ത് തീരുമാനിക്കുന്നത്, ഈ പ്രയോറിറ്റിയെ ബേസ് ചെയ്ത് തീരുമാനിക്കുന്നത്. ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ പറയാം. പിന്നെ പേലോഡ് ലെങ്ത്, എൻ്റെ ഡേറ്റയുടെ സൈസ് അല്ലെങ്കിൽ ലെങ്ത്. പിന്നെ ഹോപ്പ് ലിമിറ്റ്, നമ്മൾ IP വേർഷൻ 4 ടൈം ടു ലീവിൻ്റെ സെയിം കൺസെപ്റ്റാണ്. എത്ര നാൾ അല്ലെങ്കിൽ എത്ര തവണ ഹോപ്പ് വരെ ഇത് ഒരു പാക്കറ്റ് സർവൈവ് ചെയ്യണം എന്നുള്ള കാണിക്കുന്നതാണ് ഹോപ്പ് ലിമിറ്റ്. സോഴ്സ് അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. ഇതിന് താഴെയുള്ള
വീണ്ടും ഹെഡർ ലെങ്ത് താഴോട്ട് കിടക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ IP വേർഷൻ 4-ലെ ഓപ്ഷൻസ് എന്നൊരു ഫീൽഡ് ഉണ്ടായിരുന്നു. അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ താഴെ കാണിച്ചേക്കുന്ന നെക്സ്റ്റ് ഹെഡർ എന്ന് കാണിച്ചത്. എന്തോന്ന് പറഞ്ഞുതരാം, താഴോട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴോട്ടുള്ളത് പഠിക്കുന്നതിന് മുമ്പ് നമുക്കിത് എന്തൊക്കെയാണ് ഈ സാധനങ്ങളെന്ന് ഒന്നറിയണം. അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഇത്തിരി സീരിയസ് ആണ്, പ്രയോറിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വേർഷൻ കഴിഞ്ഞ അടുത്ത ഫീൽഡ് എന്ന് പറയുന്ന സാധനം പ്രയോറിറ്റിയാണ്. ആ പ്രയോറിറ്റി എന്ന് പറയുന്ന സാധനം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒന്നിൽ കൂടുതൽ പാക്കറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഏതിനെ പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ ഏതിനെ ഡിസ്കാർഡ് ചെയ്യണം തീരുമാനിക്കുന്ന പ്രയോറിറ്റി ബേസ്ഡാണ്. അപ്പോൾ അത് 2 രീതിയിലുള്ള ട്രാഫിക്കുകൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതിന് ട്രാഫിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പാക്കറ്റുകളുടെ ട്രാവൽ ചെയ്യുന്നതിനാണ് ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം പാക്കറ്റ് ഉണ്ട്, എത്രമാത്രം പാക്കറ്റ് അവിടെ ഡിസ്കാർഡ് ചെയ്യുക, ഇതിനാണ് നമ്മൾ ട്രാഫിക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 2 രീതിയിലുള്ള ട്രാഫിക്കുകളുണ്ടെന്ന് നമ്മൾ കൺസെപ്റ്റ് ചെയ്യുന്നത്. ഒന്ന് കൺജഷൻ കൺട്രോൾഡ് ട്രാഫിക്കും, ഒന്ന് നോൺ കൺജഷൻ കൺട്രോൾഡ് ട്രാഫിക്കും. 2 രീതിയിലുള്ള ട്രാഫിക് എന്ന് പറയുന്നത്. കൺജഷൻ കൺട്രോൾഡ് ട്രാഫിക്കിനകത്ത് തന്നെ നമുക്കൊരു 7 പ്രയോറിറ്റി ലെവൽസ് ഉണ്ട്. കൺജഷൻ കൺട്രോൾഡ് ട്രാഫിക്കിനകത്ത് തന്നെ 7 നമ്മുടെ ലെവൽ അല്ലെങ്കിൽ പ്രയോറിറ്റി ലെവൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു കൺജഷൻ ഉണ്ടായാൽ ആ കൺജഷനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാഫിക് ഓട്ടോമാറ്റിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യുവാണെങ്കിൽ, കൺജഷൻ ഉണ്ടെങ്കിൽ കൺജഷനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാഫിക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ട്രാഫിക് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺജഷൻ കൺട്രോൾ ട്രാഫിക്. കൺജഷൻ ബേസ്ഡ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൺജഷൻ അനുസരിച്ച് ട്രാഫിക് കൺട്രോൾ ആവുക, അതാണ് കൺജഷൻ കൺട്രോൾഡ് ട്രാഫിക് എന്ന് പറയുന്നത്. അതിന് 7 പ്രയോറിറ്റി ലെവൽസ് ഉണ്ട്. അപ്പോൾ അത് 7 പ്രയോറിറ്റി ലെവൽസ് എന്ന് പറഞ്ഞാൽ 0 ഏറ്റവും കുറവാണ്, 7 ആണ് ഏറ്റവും കൂടുതൽ. അപ്പം 0 എന്ന് പറഞ്ഞാൽ നോ സ്പെസിഫിക് ട്രാഫിക് എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമില്ല, അതിന് ഏറ്റവും പ്രയോറിറ്റി കുറവാണ്. അപ്പോൾ ഇൻ കേസ് ആ ട്രാഫിക് ആണെങ്കിൽ ആ പ്രയോറിറ്റി ഉള്ള പാക്കറ്റാണ് വരുന്നെങ്കിൽ നമുക്കതിനെ ആണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പതുക്കെ പ്രോസസ്സ് ചെയ്താലും കുഴപ്പമില്ല, ഡിലേ വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കുറവുള്ള ലെവലാണ്. ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളറിയാം. മെയിനായിട്ടുള്ള നമ്മുടെ പാക്കറ്റുകളും കാര്യങ്ങളെല്ലാം ഫോർഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ പുറകിൽ സ്ലോ ആയിട്ടോ അല്ലെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞ രീതിയിലോ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ, അങ്ങനെയുള്ള ഡേറ്റയ്ക്കാണ് പ്രയോറിറ്റി 1 കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും സാധനത്തിൻ്റെയോ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പം ഗൂഗിളിനകത്ത് വരുന്ന വാർത്തകളോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ അല്ലെങ്കിൽ വന്ന് കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആയിരിക്കും വന്ന് കിടക്കുക. നമ്മൾ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനൊരു ധൃതിയോ അല്ലെങ്കിൽ ഡിലേ ഇത്തിരി കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും നമുക്ക് കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള ഡേറ്റ നമുക്ക് എന്താ വിളിക്കും? ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ. ഇനി രണ്ടാമത്തെ പ്രയോറിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ 0, 1, 2 എന്ന് പറഞ്ഞാൽ അൺഅറ്റൻഡഡ് ഡേറ്റ ട്രാഫിക്. അൺഅറ്റൻഡഡ് ഡേറ്റ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഡേറ്റയാണ്, പക്ഷേ ആ ഡേറ്റ ട്രാഫിക്ക് നമ്മൾ ഡെസ്റ്റിനേഷനിൽ റിസീവ് ചെയ്യുമ്പോൾ ആ റിസീവ് ചെയ്യാൻ അവിടെ ആൾ വേണം നിർബന്ധമില്ല. അതായത് ആ ഡേറ്റ ട്രാഫിക്കിനെ അറ്റൻഡ് ചെയ്യാൻ റിസീവർ സൈഡിൽ ആൾ വേണം നിർബന്ധമില്ലാത്ത ട്രാഫിക് ആണെങ്കിൽ അതിന് നമുക്ക് അൺഅറ്റൻഡഡ് ഡേറ്റ ട്രാഫിക് എന്ന് വിളിക്കാം. അതിനും ഇത്തിരി ഡിലേ വലിയ പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ത് വരുന്നത്? അതായത് ഇപ്പം നിങ്ങളിപ്പം ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ ടൈം ജിമെയിൽ ഓൺ ആക്കിയിട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജിമെയിൽ വരത്തുള്ളൂ വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മെയിലിൽ വന്ന് കിടക്കും. അത് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണമെന്നില്ല, മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്കത് വായിക്കാം. ഇതാണ് അൺഅറ്റൻഡഡ് ഡേറ്റ ട്രാഫിക്. ഇനി അടുത്ത റിസർവ്ഡ് ആണ്. നമ്മൾ ആ ഒരു ഫീൽഡ് പ്രയോറിറ്റി നമ്മൾ എമർജൻസി ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെയാണ് 5th പ്രയോറിറ്റി. ഇനി 4th എന്ന് പറയുന്നത് അറ്റൻഡഡ് ബൾക്ക് ഡേറ്റ ട്രാഫിക്കാണ്. അറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾ വേണം, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ട്രാഫിക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ആൾ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വെബ് പേജ് എടുത്തിട്ട് നിങ്ങളൊരു facebook.com എന്നോ google.com എന്ന് അടിക്കുമ്പോൾ അത് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ തിരിച്ചു വരണം. അല്ലെങ്കിൽ facebook.com എന്നടിച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടോ ഭയങ്കര ഡിലേ കഴിഞ്ഞിട്ടോ തിരിച്ചതിൻ്റെ ആ ട്രാഫിക് വന്നാൽ പോരാ. അത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആ സാധനം തിരിച്ച് വരണം. കുറേ കൂടെ പ്രയോറിറ്റി കൂടുതലായിരിക്കണം. അതായത് അത് റിസീവ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന് അറ്റൻഡഡ് ബൾക്ക് ഡേറ്റ ട്രാഫിക് എന്ന് വിളിക്കുന്നത്. ഇനി 5th റിസർവ്ഡ് ആണ്. 6th എന്ന് പറഞ്ഞാൽ ഇൻട്രാക്റ്റീവ് ട്രാഫിക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ചാറ്റിങ് അങ്ങനെയുള്ളവരുള്ള, അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് ആണെങ്കിൽ ഡിലേ പിന്നെയും കുറയണം, വളരെ ഡിലേ കുറയണം. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇൻട്രാക്റ്റീവ് ട്രാഫിക്കിനകത്ത് വരുന്നത്.
പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കൂടെ ഹയസ്റ്റ് പ്രയോറിറ്റി, അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നതല്ല, യൂസർ ചെയ്യുന്നതല്ല, ഇപ്പോൾ ഡിവൈസസ് തമ്മിൽ അവരുടെ റൂട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുമല്ലോ. അതായത് പാക്കറ്റുകളുടെയോ അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ പാക്കറ്റ്സുകളോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഏത് കൺട്രോൾ ട്രാഫിക്. ഇങ്ങനെ പല ലെയേഴ്സ് ആയിട്ട് 7 ലെയറായിട്ട് നമ്മൾ കൺജഷൻ ബേസ്ഡ് കൺട്രോൾ ചെയ്യുന്ന ട്രാഫിക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കൺജഷൻ കൊണ്ട് കൺട്രോൾ ചെയ്യാത്ത എന്തുകൊണ്ട് ട്രാഫിക് ഉണ്ട്. അതായത് കൺജഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കണ്ട, മനസ്സിലായോ? കൺജഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഡലക്കണ്ട അല്ലെങ്കിൽ ഡിലേ ഒട്ടും ഇല്ലാതെ നടക്കേണ്ട ട്രാഫിക് ആണെങ്കിൽ അതിനാണ് നമ്മൾ നോൺ കൺജഷൻ കൺട്രോൾ ട്രാഫിക്. അതായത് കൺജഷനെ ബേസ് ചെയ്ത് ട്രാഫിക്കിൻ്റെ മാറ്റങ്ങളൊന്നും വരുത്തില്ല. കൺജഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മിനിമം ഡിലേയിൽ കാര്യം നടക്കണം. അതായത് പാക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, പാക്കറ്റുകൾക്ക് അധികം ഡിലേ വരാൻ പാടില്ല, പാക്കറ്റുകൾ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ചോദിക്കാൻ പാടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കണം ഈവൻ ഇഫ് ദർ ഇസ് എ കൺജഷൻ. അങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞേക്കുന്നത് നമ്മൾ റിയൽ ടൈമായിട്ട് നമ്മൾ വീഡിയോ സ്ട്രീം ചെയ്യുന്നതൊക്കെയാണ്. അത് നമുക്ക് കൺജഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് റിയൽ ടൈമായിട്ട് വീഡിയോ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അതൊരു വേറൊരു ഓപ്ഷൻ ഇല്ല. റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ലൈവായിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് റീട്രാൻസ്മിഷൻ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ടൈമായിട്ട് ഓഡിയോ വീഡിയോ നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുന്നത് ഈ ഗൂഗിൾ മീറ്റ് ഇതൊക്കെ ഏതായത് നോൺ കൺജഷൻ കൺട്രോൾഡ് ട്രാഫിക്. അതിന് നമ്മൾ 7 വരെ കൺജഷൻ കൺട്രോളിന് കൊടുത്തു, 8 മുതൽ 15 വരെയുള്ള പ്രയോറിറ്റികളാണ് നമ്മൾ കൺജഷൻ കൺട്രോൾഡ് ട്രാഫിക് നമ്മൾ കൊടുക്കുന്നത്. അത് പല ലെയേഴ്സായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്ന സംഭവം. 15 വരെ എന്ന് പറയാൻ കാരണം നമ്മുടെ ഇതിനകത്തുള്ള ഡേറ്റയിനകത്തുള്ള ഈ PRI എന്ന് പറയുന്ന ഫീൽഡ് 4 ബിറ്റാണ്. വിച്ച് മീൻസ് നമുക്ക് എത്ര പോസിബിൾ കോമ്പിനേഷനാണ്? 2⁴ 16 0 മുതൽ 15 വരെയുള്ള പോസിബിൾ കോമ്പിനേഷനാണ്. ആ 0 മുതൽ 15 വരെയുള്ള സാധനമാണ് നമ്മളിപ്പം വണ്ട പ്രയോറിറ്റീസ്. 0 മുതൽ 7 വരെ കൺജഷൻ കൺട്രോൾഡും 8 മുതൽ 15 വരെ നോൺ കൺജഷൻ കൺട്രോളും. അങ്ങനെ നമ്മൾ പല ലെയേഴ്സ് പല പ്രയോറിറ്റി ലെവൽസ് കൊടുത്ത് ഉപയോഗിക്കുന്നു, കുഴപ്പമില്ല. ഇനി അടുത്ത ഫീൽഡ് നമ്മൾ ഈ പഠിച്ചതിനകത്തുള്ള അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് ഫ്ലോ ലേബിളാണ്. എന്താണ് ഫ്ലോ ലേബൽ എന്ന് പറഞ്ഞാൽ, ഫ്ലോ ലേബൽ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഫ്ലോ എന്താണെന്ന് അറിയണം. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റം ഈ IP വേർഷൻ 6 ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ രീതിയിൽ പ്രോസസ്സ് ചെയ്യേണ്ട, ഒരേ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരേ സോഴ്സിൽ നിന്ന് വരുന്ന, ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന, ഒരേ പ്രോസസ്സിങ് ചെയ്യേണ്ട, ഒരേ ക്രൈറ്റീരിയ ഉള്ള സെറ്റ് ഓഫ് പാക്കറ്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡേറ്റ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോ. അത് ഒരേ സോഴ്സിൽ നിന്ന് ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ സെയിം സോഴ്സ് അഡ്രസ്സിൽ നിന്ന് സെയിം സോഴ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരേ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് ഒരേ രീതിയിൽ പോകേണ്ട ഒരു സെറ്റ് ഓഫ് പാക്കറ്റ്സിന് നമുക്ക് എന്ത് പേര് വിളിക്കാം? ഒരു ഫ്ലോ എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ ഫ്ലോയെ ഓരോ ഫ്ലോയ്ക്കും ഒരു ഫ്ലോ അങ്ങനെ പല ടൈപ്പ് ഉണ്ടാവും. ചിലപ്പം ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട കുറേ സെറ്റ് ഓഫ് പാക്കറ്റ്സ്, കുറേ ക്രൈറ്റീരിയ, അതൊരു ഫ്ലോ. അതേ സോഴ്സിൽ നിന്ന് ചിലപ്പം വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട കുറേ സെറ്റ് ഓഫ് പാക്കറ്റ്സ്, അത് വേറെ ഫ്ലോ. അല്ലെങ്കിൽ വേറൊരു സോഴ്സിൽ നിന്ന് ഈ സെയിം ഡെസ്റ്റിനേഷനിലേക്ക് വരുന്ന കുറേ സെറ്റ് ഓഫ് പാക്കറ്റ്സ്, അതിന് വേറൊരു ഫ്ലോ. അങ്ങനെ പല പല ഫ്ലോസ് കാണാം. ഇങ്ങനെയുള്ള ഓരോ ഫ്ലോയ്ക്കും, ഓരോ സോഴ്സിൽ നിന്ന് പോകുന്ന ഓരോ ഫ്ലോയ്ക്കും ഓരോ ലേബൽ കാണും അല്ലെങ്കിൽ ഓരോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കാണും. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു സോഴ്സിൽ നിന്ന് തന്നെ ഒരുപാട് ഡെസ്റ്റിനേഷനിലേക്ക് എന്ത് സംഭവിക്കാം? അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് തന്നെ ഒരേ സെയിം ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ ആയാലും ഒരുപാട് ഫ്ലോകൾ, ഇതുപോലെ ഒരുപാട് സെറ്റ് ഓഫ് പാക്കറ്റുകൾ ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരേ ക്രൈറ്റീരിയ വെച്ച് പോകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഓരോ ഫ്ലോയ്ക്കും നമ്മൾ സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനെല്ലാത്തിനും സെപ്പറേറ്റ് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ലേബൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 24 ബിറ്റാണ് നമുക്ക് അവൈലബിൾ. അതായത് 2⁴ 0 മുതൽ 2⁴ വരെയുള്ള നമ്പർ ഓഫ് ലേബിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് 2⁴ നമ്പർ ഓഫ് ലേബിൾസ് വരെ നമുക്ക്, അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഫ്ലോസ് വരെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പം ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഫോർ എക്സാമ്പിൾ ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്കൊരു 100 പാക്കറ്റ് അയക്കണം. ഈ പാക്കറ്റുകളെല്ലാം ഒരു സെയിം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത് നമുക്ക് നേരത്തെ അറിയാം. ഒരേപോലെ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഒരേ സോഴ്സിൽ നിന്ന് ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് ഒരുപോലെ പ്രോസസ്സ് ചെയ്ത് ഒരേ ഡിലേയിൽ ഒരേ രീതിയിൽ പോകേണ്ട പാക്കറ്റുകളെന്ന് അറിയാമെങ്കിൽ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോ ആദ്യത്തെ പാക്കറ്റ് നോക്കുക,
ശരി, ഇന്ന ഫ്ലോ, ഇന്ന സ്ഥലത്തു നിന്ന് ഇന്നടത്തേക്ക് പോകുന്നു, ഇന്ന ക്രൈറ്റീരിയ, ഇന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്യണം, മനസ്സിലായി. അപ്പോൾ ആ ഫ്ലോ ലേബലും കൊണ്ട് വരുന്ന എല്ലാ പാക്കറ്റുകളും ഇതേ രീതിയിൽ തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. അപ്പോൾ എനിക്ക് ഈ പുറകാലെ വരുന്ന ഈ ഫ്ലോ ലേബിളുള്ള എല്ലാ പാക്കറ്റിലെയും ഓരോരോ പാക്കറ്റിനെയും എടുത്തിടയ്ക്ക് സെപ്പറേറ്റ് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ലേബൽ കണ്ടാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, ഇത് ഇന്ന രീതിയിലാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്, ഇത് ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇന്നടത്തേക്കാണ് പോകുന്നത്, എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, എത്ര ഡിലേ കൊടുക്കണം, ഓട്ടോമാറ്റിക്കലി എല്ലാ ലേബൽ വെച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനകത്തും ആ ഫ്ലോ ലേബലിനനുസരിച്ചൊരു ടേബിൾ വേണം. ശരി, ഇന്ന ഫ്ലോ ലേബലാണ് വരുന്നതെങ്കിൽ ഇന്ന സോഴ്സിൽ നിന്നാണ് ഇന്ന ഡെസ്റ്റിനേഷനിലേക്കാണ് പോകേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്, ഇന്ന ക്രൈറ്റീരിയ വേണം, ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്യണം, ഇതൊക്കെ ആ ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് എനിക്ക് സെപ്പറേറ്റ്ലി ഓരോരോ പാക്കറ്റുകളെ സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഈ ഫ്ലോയുടെ ഗുണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ റിയൽ ടൈം ആയിട്ടുള്ള ഡേറ്റ, നമ്മളിപ്പം സ്ട്രീമിംഗ് വീഡിയോ ആയാലും ഓഡിയോ ആയാലും ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ വീഡിയോ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ വരുന്ന ഓരോ പാക്കറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ വരും. അതിന് പകരം നമുക്ക് ഓൾറെഡി അറിയാം ഈ ഫ്ലോ ലേബൽ എന്ന് പറയുന്നത് ഇന്ന സോഴ്സിൽ നിന്ന് ഇന്ന ഡെസ്റ്റിലേക്ക് പോകുന്ന റിയൽ ടൈം വീഡിയോയാണ്. ശരി, അപ്പോൾ അതിന് എനിക്ക് എല്ലാത്തിനും ഒരേപോലെ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ ആ പ്രോസസ്സങ്ങ് ചെയ്താൽ മതി, വെറുതെ ഓരോന്നിനും എടുത്ത് അനലൈസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരില്ല. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോസസ്സിങ് സ്പീഡ് ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. ഓരോന്നിനും സെപ്പറേറ്റ് അനലൈസ് ചെയ്യുന്ന ആവശ്യമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പം ഒരു റൂട്ടറിനകത്തോട്ട് ഒരു പാക്കറ്റ് കിട്ടിയാൽ നേരെ അവരെന്തോ ചെയ്യും, റൂട്ടിങ്ങോ എങ്ങോട്ട് പോകണമെന്നോ എന്താണെന്നോ ഒന്നും നോക്കണ്ട, ഈ വന്ന സാധനത്തിൻ്റെ ഫ്ലോ ലേബിൾ നമ്മുടെ ടേബിളിലുണ്ടോ? ഉണ്ട്. ശരി, ഇതെന്തോ ചെയ്യേണ്ടത്, അത് ഓൾറെഡി ആ ടേബിളിൽ കിടപ്പുണ്ട്, ചെയ്യുക വിടുക, അല്ലാതെ കൂടുതൽ അനലൈസ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് നമുക്ക് ഫ്ലോ ലേബലിൻ്റെ ഗുണം. നമ്മുടെ ഒരു ഫീൽഡിനകത്തുള്ളൊരു നമ്മുടെ ഹെഡർ ഫയലിനകത്തുള്ളൊരു ഇതാണ്. അപ്പം വേർഷൻ 6 പ്രയോറിറ്റി, കൺജഷൻ കൺട്രോളും നോൺ കൺജഷൻ കൺട്രോളും, ഫ്ലോ ലേബൽ എന്താണെന്ന് മനസ്സിലായി, പേലോഡ് ലെങ്ത് മനസ്സിലായി, ഹോപ്പ് ലിമിറ്റ് മനസ്സിലായി, സോഴ്സ്, ഡെസ്റ്റിനേഷൻ. ഇനിയുള്ള ഹെഡറിൻ്റെ അപ്പോൾ ഫ്ലോ ലേബൽ മനസ്സിലായി. അതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഫ്ലോ ലേബൽ എന്ന് പറയുന്ന സാധനം അസൈൻ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് പാക്കറ്റ്സിനാണ് ഫ്ലോ. ആ ഫ്ലോയ്ക്ക് ഒരു ലേബൽ അസൈൻ ചെയ്യുന്നത് എപ്പോഴും അത് ആരാണോ അയക്കുന്നത് ആ ഹോസ്റ്റ് ആയിരിക്കും. അതിപ്പോൾ ഞാനാണ് വേറൊരാൾക്ക് ഡേറ്റ അയക്കുന്നതെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങോട്ടൊരു ഫ്ലോ പോകുന്നുണ്ടെങ്കിൽ ആ ഫ്ലോയ്ക്ക് ലേബൽ കൊടുക്കുക എന്നുള്ള ജോലി ആയിരിക്കും, എൻ്റെ ആയിരിക്കും, സോഴ്സിനാണ്. അതിൻ്റെ വാല്യൂ 1 മുതൽ 2⁴ വരെയുള്ള വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഫ്ലോ ഇനി വേറെ ഫ്ലോ ഉണ്ടെങ്കിൽ അതിന് വേറെ നമ്പർ കൊടുക്കാം. ഈ ഫ്ലോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ നമ്പർ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇനി റീയൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പം ഇനി അങ്ങനെ ഫ്ലോ ലേബൽ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ എനിക്ക് ആ ഫീൽഡ് 0 ആക്കി വിടാം. റൂട്ടറുകൾ ഒരിക്കലും അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഡിവൈസുകളോ ഡിവൈസുകളോ ഒന്നും ഫ്ലോ ലേബൽ പ്രൊഡ്യൂസ് ചെയ്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി അതാണ് ഫ്ലോ ലേബിൾ. ഇനി എക്സ്റ്റൻഷൻ ഹെഡർ എന്ന് പറയുന്നൊരു എക്സ്ട്രാ നമുക്കൊരു സാധനമുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ IP വേർഷൻ 4 നമുക്കൊരു ഓപ്ഷൻസ് എന്നൊരു ഫീൽഡ് ഉണ്ടായിരുന്നു. അതായത് സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷനും കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ എന്നൊരു ഫീൽഡ് ഉണ്ടായിരുന്നു IP വേർഷൻ 4 അതിൻ്റെ ഡേറ്റാഗ്രാം ഫോർമാറ്റിൽ. വേർഷൻ 6 നമുക്ക് ഓപ്ഷൻസ് എന്ന് സെപ്പറേറ്റ് ഒരു ഫീൽഡല്ല, പകരം നമ്മൾ ആ സെക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഹെഡർന്ന വിളിക്കുന്ന പേര് എക്സ്റ്റൻഷൻ ഹെഡർന്ന. അതായത് നമുക്കാവശ്യമുള്ള എക്സ്ട്രാ ഹെഡറുകളും ഡേറ്റയും നമുക്ക് എവിടെ ആഡ് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ ഉള്ള IP വേർഷൻ 6 കൂടെ ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഉള്ള IP വേർഷൻ 6 കൂടെ നമുക്ക് ഇനി എന്തെങ്കിലും ഹെഡറുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്ത് വേർഷൻ 6 ഫോർമാറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിനെ എക്സ്റ്റൻഷൻ ഹെഡർ എന്ന് വിളിക്കുന്നത്. അത് മെയിൻലി ഒരു 6 ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻ ഹെഡറുകളാണ്. ഹോപ്പ് ബൈ ഹോപ്പ്, സോഴ്സ് റൂട്ടിംഗ്, ഫ്രാഗ്മെൻറ്റേഷൻ, ഓതൻറ്റിക്കേഷൻ, എൻക്രിപ്റ്റഡ്, ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ, ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു 6 എക്സ്റ്റൻഷൻ ഹെഡർ ടൈപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് വലിയ കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്ന വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ എന്താണ് ഈ ഹോപ്പ് ബൈ ഹോപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ അയക്കും. ആ പോകുന്ന വഴിക്ക് സോഴ്സിൽ നിന്ന് അയക്കുന്ന ഡേറ്റ ഈ പോകുന്ന റൂട്ടിലുള്ള ഈ പാക്കറ്റ് കയറി പോകുന്ന എല്ലാ റൂട്ടറുകൾക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്താണോ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത്. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ അയക്കുന്ന ഡേറ്റ നേരിട്ട് ഡെസ്റ്റിനേഷനെ മാത്രം അറിയിച്ചാൽ പോരാ, അത് പോകുന്ന റൂട്ടിലുള്ള എല്ലാ റൂട്ടറുകളെയും ഈ ഇൻഫർമേഷൻ അറിയിച്ചാണോ പോകേണ്ടത്. അങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റ് രീതി വല്ലതും ആണെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഹോപ്പ് ബൈ ഹോപ്പ് ഓപ്ഷൻ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഹെഡർ എനിക്ക് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഴ്സ് റൂട്ടിംഗ് അവിടെ നിൽക്കട്ടെ,
ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സോഴ്സ് റൂട്ടിങ് നോക്കാൻ, അതായത് ആണെങ്കിൽ ഇപ്പം കറക്റ്റായിട്ട് ഇപ്പം നമ്മുടെ സോഴ്സിൽ നിന്ന് എങ്ങനെ റൂട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പം ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒന്നിൽ കൂടുതൽ റൂട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ തന്നെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ റൂട്ട് ഇപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ പറയാം, എനിക്ക് പറയാം നിങ്ങൾ ഏത് റൂട്ടിൽ കൂടെ പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡേറ്റ അവിടെ എത്തിച്ചാമെന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് പറയാം ഞാൻ ഉദ്ദേശിക്കുന്ന റൂട്ടിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കൊടുക്കാം, സ്ട്രിക്റ്റ് അല്ലാത്ത റൂൾസും കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഹെഡറാണ് സോഴ്സ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി IP വേർഷൻ 4 പഠിച്ചതാണ്. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. IP വേർഷൻ 4 നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എങ്ങനെ ചെയ്തേ, ഓരോ റൂട്ടറിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ചെല്ലുമ്പോഴും ആ നെറ്റ്വർക്കിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ട്രാൻസ്മിഷനബിൾ യൂണിറ്റ് ഉണ്ട്, MTU. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഉള്ള പാക്കറ്റിനെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ അയക്കുന്ന പരിപാടിക്കാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. MTU അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഈ പരിപാടിയാണ് ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ IP വേർഷൻ 4 പഠിച്ചത്. വേർഷൻ 6 വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള എല്ലാ നെറ്റ്വർക്കുകൾക്കും ഫ്രാഗ്മെൻറ്റ് ചെയ്യാനുള്ള പവറില്ല. ഒരു പാക്കറ്റിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് സോഴ്സിന് മാത്രമാണ് ഇവിടെ. അതായത് അയക്കുന്ന ആൾക്ക് മാത്രമേ ആ പാക്കറ്റുകളെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. വിച്ച് മീൻസ് ഡേറ്റ അയക്കുന്നതിന് മുമ്പ് തന്നെ സോഴ്സ് അറിഞ്ഞിരിക്കണം ഈ പാക്കറ്റ് ഏതൊക്കെ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്, ഏതൊക്കെ നെറ്റ്വർക്കിൽ കൂടെ പോകുന്നുണ്ട്, ആ പോകുന്ന നെറ്റ്വർക്കുകളുടെ എല്ലാം മാക്സിമം സൈസ് എത്രയാണെന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞതിന് ശേഷം അതിൽ ഏറ്റവും ചെറിയ MTU രീതിയിലേക്ക് ഓൾറെഡി അയക്കുന്നതിന് മുമ്പേ ഡേറ്റയെ ഫ്രാഗ്മെൻറ്റ് ചെയ്തതിന് ശേഷമേ സോഴ്സിൽ നിന്ന് അയക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഴ്സിൻ്റെ അയക്കുന്നു, ഓരോരോ നെറ്റ്വർക്കിൽ ചെല്ലുമ്പോൾ അവർക്ക് പറ്റുന്ന MTU അനുസരിച്ച് ഇതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് അയക്കുന്നു, പിന്നെ അതിനെ റീഅസംബിൾ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ IP വേർഷൻ 4 ചെയ്തത്. 6 അയക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഫ്രാഗ്മെൻറ്റ് ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, സോഴ്സിന് മാത്രമേ ഉള്ളതുകൊണ്ട് അയക്കുന്നതിന് മുമ്പ് തന്നെ സോഴ്സ് എന്ത് ചെയ്യണം, അത് ഏത് റൂട്ടിൽ കൂടെ പോകുന്നോ, ഏതൊക്കെ നെറ്റ്വർക്ക് കൂടെ പോകുന്നുണ്ട്, ആ നെറ്റ്വർക്കുകളുടെ എല്ലാം MTU എത്രയാണെന്ന് അറിഞ്ഞിട്ട് അതിലേറ്റവും ചെറിയ MTU അനുസരിച്ച് ഓൾറെഡി അയക്കുന്നതിന് മുമ്പ് ഫ്രാഗ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ആരയക്കുന്നത്, നമ്മുടെ സോഴ്സ് ഡേറ്റ അയക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഹെഡറാണ് ഫ്രാഗ്മെൻറ്റേഷൻ ഹെഡർ. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് ഡേറ്റ അയക്കുമ്പോൾ നമുക്ക് അതിനുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഏത് നമ്മുടെ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്, ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്ന് പറയാം നമുക്ക്. ഇനി എൻക്രിപ്റ്റഡ് സെക്യൂരിറ്റി പേരോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതൻറ്റിക്കേഷൻ്റെ കൂടെ കൊടുക്കുന്ന എൻക്രിപ്ഷൻ. അതായത് ഡേറ്റ ഇടയ്ക്കൊന്ന് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാലും ഒരു കറക്റ്റായിട്ടുള്ള ഡേറ്റ അവർക്ക് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റരുത്. ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻക്രിപ്റ്റഡ് സെക്യൂരിറ്റി പേരോൾ, ESP എന്ന് പറയും. ഇനി ലാസ്റ്റിൽ ഉള്ള ഹെഡർ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ. ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഫസ്റ്റ് പഠിച്ച ഹോപ്പ് ബൈ ഹോപ്പ് ഓപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഹോപ്പ് ബൈ ഹോപ്പ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞാൽ എന്താണ്, ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഡേറ്റ ആ പോകുന്ന വഴിക്ക് അത് ആ പാക്കറ്റ് കയറുന്ന എല്ലാ റൂട്ടറിലും ആ ഇൻഫർമേഷൻ പാസ് ചെയ്താൽ പോകുന്നതെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഹെഡറാണ് ഹോപ്പ് ബൈ ഹോപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിന് നേരെ റിവേഴ്സായിട്ട് ഒരു സോഴ്സിൽ നിന്നൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ പോവുകയാണെങ്കിൽ വഴിക്ക് വെച്ചുള്ള ആരും അറിയാതെ ഡെസ്റ്റിനേഷനെ മാത്രം അറിയിക്കാനുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ അതേത് ഹെഡറായിരിക്കും, ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ. അതായത് വഴിക്ക് വെച്ചുള്ള ആരെയും അറിയിക്കാതെ ഡെസ്റ്റിനേഷനെ മാത്രം അറിയിക്കാനുള്ള ഓപ്ഷനാണ് ഡെസ്റ്റിനേഷൻ. അപ്പം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പോകുന്നത് ഹോപ്പ് ബൈ ഹോപ്പും ആരെയും അറിയിക്കാതെ ഡെസ്റ്റിനേഷനെ മാത്രം അറിയിക്കുന്നത് ഡെസ്റ്റിനേഷൻ ഓപ്ഷനും. ഇത്രയുമാണ് നമ്മുടെ പല എക്സ്റ്റൻഷൻ ഹെഡറുകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിനകത്ത് നോക്കിക്കേ, വേർഷൻ എന്ന് പറഞ്ഞാൽ LP വേർഷൻ 6, പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കൺജഷൻ കൺട്രോളും പിന്നെ അതുപോലെ നോൺ കൺജഷൻ കൺട്രോളും. 4 ബിറ്റാണ് 0 മുതൽ 15 വരെയുള്ള പ്രയോറിറ്റി ലെവൽസ്. ഫ്ലോ ലേബൽ പഠിച്ചു, എന്താണ് ഫ്ലോ ലേബൽ എന്നും എന്തിനാണ് ഫ്ലോ ലേബൽ എന്നും എൻ്റെ ഗുണങ്ങളും പഠിച്ചു. പേലോഡ് ലെങ്ത്, എൻ്റെ ഡേറ്റയുടെ ഫുൾ ലെങ്ത്. ഹോപ്പ് ലിമിറ്റ് നമ്മൾ പഠിച്ചു, എത്ര നേരം അത് സർവൈവ് ചെയ്യണം, ഒരു പാക്കറ്റ് ഒരു നെറ്റ്വർക്കിൽ സർവൈവ് ചെയ്യണം എന്നുള്ളത്. സോഴ്സിൻ്റെ അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. ഈ താഴെ കൊടുത്തേക്കുന്ന നെക്സ്റ്റ് ഹെഡർ എന്ന് ഈ താഴോട്ട് കിടക്കുന്ന ഓരോ സാധനങ്ങളും നമ്മുടെ എക്സ്റ്റൻഷൻ ഹെഡറുകളാണ്. അപ്പോൾ ഈ IP വേർഷൻ 6 പാക്കറ്റിൻ്റെ കൂടെ വരുന്ന തൊട്ടടുത്ത് മെയിൻ ഹെഡ് ഈ മേളിൽ കാണിച്ചേക്കുന്ന വേർഷൻ പ്രയോറിറ്റി, ഫ്ലോ ലേബൽ, ഈ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് വരെയുള്ള 1 2 3 4 റോയാണ് നമ്മുടെ ബേസ് ഹെഡർ. ഇത്രയുമാണ് നമ്മുടെ ബേസ് ഹെഡർ. അതിന് താഴെ വരുന്ന ഈ നെക്സ്റ്റ് ഹെഡർ താഴോട്ട് കിടക്കുന്നതാണ് എക്സ്റ്റൻഷൻ ഹെഡർ. ഇപ്പോൾ ടോട്ടലി നമ്മുടെ ഫോമാറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ബേസ് ഹെഡറും ഉണ്ട്, നെക്സ്റ്റ് ഹെഡറും ഉണ്ട്. ബേസ് ഹെഡർ ഇത്രയും, ഈ താഴോട്ട് വരുന്ന എല്ലാം നെക്സ്റ്റ് ഹെഡറാണ്. അപ്പോൾ ഓരോ ബേസ് ഹെഡറിനകത്ത് അല്ലെങ്കിൽ ഓരോ ഹെഡറിനകത്തും
അതിന് ശേഷം വരുന്ന ഹെഡർ ഏതാണോ അതിൻ്റെ അഡ്രസ്സും കാണും, അതിലേക്കുള്ളൊരു പോയിൻ്റർ കാണും. അപ്പോൾ ബേസ് ഹെഡറിനകത്ത് എന്തോ ഉണ്ട്, ആദ്യത്തെ എക്സ്റ്റൻഷൻ ഹെഡറിൻ്റെ പോയിൻ്റർ ഉണ്ട്. ആ ഹെഡറിനകത്ത് എന്തോ ഉണ്ട്, അത് കഴിഞ്ഞ് വരുന്ന എക്സ്റ്റൻഷൻ ഹെഡറിൻ്റെ പോയിൻ്റർ ഉണ്ട്. അങ്ങനെ താഴോട്ട് ലാസ്റ്റ് വരെയുള്ള ഹെഡറിനകത്തും ഓരോരോ വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് തരും. ഏറ്റവും ലാസ്റ്റിനകത്ത് വാല്യൂ ഒന്നും കാണില്ല. ഇതാണ് നമ്മുടെ IPv6 ഒരു ഡേറ്റാഗ്രാം ഫോർമാറ്റ്. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഇപ്പോൾ കമ്പാരിസൺ ബിറ്റ്വീൻ IPv4 ആൻഡ് IPv6 പാക്കറ്റ് ഹെഡർ എന്നും, അതുപോലെ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ IPv4 ആൻഡ് IPv6 സെപ്പറേറ്റ് ഉണ്ട്. വേർഷൻ 6 എന്താണെന്ന് അറിയണം, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊരു കമ്പാരിസൺ നമുക്ക് അല്ലാതെയും വരുമല്ലോ, കമ്പാരിസൺ അത് തന്നെ, കമ്പാരിസൺ ബിറ്റ്വീൻ IPv4 ആൻഡ് IPv6 പാക്കറ്റ്സ് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് കണ്ടോ, അതിനകത്തുള്ള എക്സ്റ്റൻഷൻ ഹെഡറിൻ്റെ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ IPv4. മിക്കവാറും നിങ്ങൾക്ക് IPv4 സെപ്പറേറ്റ് ചോദിക്കാം, IPv6 സെപ്പറേറ്റ് ചോദിക്കാം,